വടശ്ശേരിക്കര ദൈവസഭയുടെ ആദ്യകാലത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് ഓർക്കുകയായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ അനേക സമയങ്ങളിൽ ഒരുപക്ഷെ വടശ്ശേരിക്കരയിൽ വിരലിലെണ്ണാവുന്ന സഭകൾ മാത്രമുള്ള ഒരു സമയത്ത് ഒത്തിരിയേറെ കൺവെൻഷനുകൾ നടന്ന ഒരു സ്ഥലമാണിത്. വടശ്ശേരിക്കര ദൈവസഭ എന്ന് പറയുന്ന ഒറ്റ ചർച്ചിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ സുവിശേഷ വയലിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതിലും സന്തോഷമുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്ക് മുൻപിൽ നിന്ന് ഇതിനാരംഭം കുറിച്ചത് റവറൻ പാസ്റ്റർ ഉമ്മൻ നേത്രം അവറുകളാണ്. പ്രായാധിക്യത്താൽ അദ്ദേഹം വീട്ടിൽ വിശ്രമിക്കുന്നു. ഞാൻ കഴിഞ്ഞ ചില നാൾക്ക് മുമ്പ് അദ്ദേഹത്തെ കണ്ട് ഈ വടശ്ശേരിക്കരയിലെ പ്രവർത്തനം എങ്ങനെ ആരംഭിച്ചു, വടശ്ശേരിക്കര എങ്ങനെയാണ് സുവിശേഷകരുടെ ലിസ്റ്റിലേക്ക് വന്നതെന്നതിനെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പം എനിക്ക് ലഭിച്ച ചില കാര്യങ്ങളുണ്ട്. ഞാനത് ഒന്ന് വായിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഉമ്മൻ ബി ക്ലമൻസിൻ്റെ പിതാവാണ് പാസ്റ്റർ ഉമ്മൻ നേത്രം. അദ്ദേഹം 1962 സ്നാനപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ സ്നാനത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: 1962 താൻ സ്നാനപ്പെട്ടപ്പോൾ വീട്ടുകാരും നാട്ടുകാരും പള്ളിക്കാരും തനിക്കെതിരായി പല പീഡകളും നേരിടേണ്ടി വന്നു. എന്നാൽ തൻ്റെ വിശ്വാസത്തിൽ ഒരിക്കലും ക്ഷീണിച്ചില്ല. ഒറ്റപ്പെട്ട നാളുകളിൽ വേദപുസ്തകം എടുത്ത് വായിച്ചു, മനഃപ്പാടമാക്കി. സന്ധ്യയ്ക്ക് മറ്റു ചിലരെയും ചേർത്ത് ഉയർന്ന സ്ഥലങ്ങളിൽ പോയി സുവിശേഷം വിളിച്ചു പറഞ്ഞിരുന്നു. അക്കാലത്ത് ദൈവസഭയോട് ചേർന്ന് പ്രവർത്തിപ്പാൻ ദൈവം അവസരം നൽകി. 1966 സ്വതന്ത്രമായ ചിന്താഗതിയിലേക്ക് താൻ നയിക്കപ്പെട്ടു. 1974 ജെ ഫിലിപ്പോസിൻ്റെ കൈവെപ്പിനാൽ പുതിയ പ്രവർത്തനങ്ങൾക്കായി ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. 1967 തന്നെ തൻ്റെ വീടിനോട് ചേർന്ന് കിടന്ന ചെറിയൊരു സ്ഥലത്ത് ഒരു ഹാള് പണിത് ആരാധന തുടങ്ങി. ചിലരുടെ കൈത്താങ്ങൽ ഒരിക്കലും വിസ്മരിക്കാനാവില്ല. പാസ്റ്റർ ജെ ഫിലിപ്പോസ് മുതൽ പാസ്റ്റർ എം ജെ മത്തായി മണിയാറ്റ്, പാസ്റ്റർ എം ജെ തോമസ് മണിയാറ്റ് തുടങ്ങിയവരൊക്കെ അദ്ദേഹത്തോടൊപ്പം അക്കാലങ്ങളിൽ പ്രവർത്തിച്ചവരാണ്. എൻ്റെ ഓർമ്മയിലുമുണ്ട്, നൂറുകണക്കിന് ദൈവദാസന്മാർ ഈ വടശ്ശേരിക്കരയുടെ മണ്ണിൽ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. 1967 മുതൽ നടത്തി വന്നിരുന്ന സുവിശേഷ സമ്മേളനങ്ങളിൽ പല പ്രമുഖരായ ദൈവദാസന്മാരും വടശ്ശേരിക്കരയുടെ മണ്ണിൽ കടന്നു വന്ന് ദൈവവചനം പ്രസംഗിച്ചു. പാസ്റ്റർമാരായ എം വി ചാക്കോ, പി എ വി സാം, പി ജെ ടൈറ്റസ്, പി വി ആശാരി, കെ പി യോഹന്നാൻ, ബ്രദർ പി ജി വർഗീസ് എന്നിവരൊക്കെ എടുത്തു പറയത്തക്ക ആളുകളാണ്. 1986 നടത്തിയ കൺവെൻഷനിൽ മുഖ്യ സന്ദേശം നൽകിയത് റവറൻ പി ജെ ടൈറ്റസും ടീമും ആയിരുന്നു. അതുപോലെയുള്ള നൂറുകണക്കിന് ദൈവദാസന്മാർ വടശ്ശേരിക്കരയുടെ മണ്ണിലേക്ക് കടന്നു വന്നതിൻ്റെ ഒരു പരിണിത ഫലം ക്യാപ്റ്റൻ സൗമ്യൽ അടക്കമുള്ള ദൈവദാസന്മാർ നടത്തിയ സുവിശേഷ സമ്മേളനങ്ങളിലൂടെയും മറ്റും ആ നൂറുകണക്കിന് യൗവനക്കാർ വടശ്ശേരിക്കരയിൽ നിന്ന്, പ്രത്യേകിച്ച് വടശ്ശേരിക്കര ദൈവസഭയിൽ നിന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ ദൈവം മുഖാന്തരം ഒരുക്കി. അവരിലൊരാളാണ് ഈ നിൽക്കുന്ന ഞാനും. 1970കളിൽ പെരുന്നാടിൻ്റെയും മറ്റും മലകളിൽ കയറി ഇറങ്ങി സുവിശേഷം അറിയിച്ചു. രാത്രി യോഗങ്ങൾക്ക് ശേഷം വാടക കെട്ടിടങ്ങളിൽ പത്രം വിരിച്ച് കിടന്നുറങ്ങുക സാധാരണമായിരുന്നു. എന്നാൽ ഇന്ന് പെരുന്നാട്ടിലും ചിറ്റാറിലുമൊക്കെ ദൈവസഭയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പാൻ ഇത് മുഖാന്തരമായി തീർന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് വടശ്ശേരിക്കരയിൽ കഴിഞ്ഞ ഏകദേശം 60-70 വർഷത്തോളമായി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഉമ്മൻ നേത്രം അവറുകളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ ദർശനം കാഴ്ചപ്പാടിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു.